മനസ്സിലാവില്ല. അവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുള്ളത് കാണാമല്ലോടാ. ഇന്ന് നമ്മൾ പോണത് ഭയാനകമായ ഒരു റോഡ് ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ജയ്പൂര്, രാജസ്ഥാനിലുള്ള ജയ്പൂരിലേക്കുള്ള യാത്രയാണ്. അത് ഡൽഹിയിൽ നിന്നും ഹരിയാന കൂടി ആണ് നമ്മൾ ജയ്പൂർ പോണത്. അപ്പോൾ ഹരിയാനയുടെ ഹൈവേയുടെ പ്രത്യേകതകളാണ്. ഹരിയാനയുടെ ഹൈവേ ഈ കടുകുമണി പാടം, അതായത് കടുക് പൂത്ത് നിൽക്കണ പാടത്തിൻ്റെ നടുക്കിലൂടെയുള്ള യാത്രയാണ് കേട്ടോ ഇന്ന് മുഴുക്ക നമ്മൾ കാണാൻ പോണത്. അപ്പുസേ, അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് താർക്കാട്ടാ. അപ്പം ഞങ്ങൾ അതിരാവിലെ തന്നെ സിജോൻ്റെ വീട്ടിൽ നിന്ന് അപ്പൂസിനോട് യാത്ര പറഞ്ഞു. ഉറങ്ങിക്കിടക്കുന്ന അപ്പൂസിനെ വിളിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്ടോ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ജയ്സൺ ചേട്ടൻ നമ്മുടെ കൂടെ യാത്രയിൽ നമ്മുടെ അനുഗമിക്കുന്നത്. ആയിക്കോട്ടെ, വരുമ്പോൾ കാണാം, നല്ലൊരു കാണാം. ഓക്കെ വെച്ചാൽ അപ്പം വിളിക്കാം, വരുമ്പോൾ കാണാം. അപ്പോൾ ഡൽഹി ദ്വാരകയിലുള്ള സിജോൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ജയ്സൻ്റെ കാറിലേക്ക് കയറാണ്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നമുക്ക് കാണാം, ഈ സമയത്തൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. നോക്കാം, ശരിയാ. ഈ ടൈമിൽ ഇത്രയും റൗണ്ടിൽ കുറഞ്ഞത് കിട്ടില്ല. ഇതൊക്കെ എക്സ്പ്രസ് ഹൈവേയുടെ വർക്കാണോ? ഇത് വലിയ ഒരു മറ്റേ ചെറിയ മെട്രോയാ, ഈ സിറ്റിക്കകത്ത് മാത്രം. സിറ്റി, ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്ക് ഡൽഹി മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടാതെ മെയിൻ അത് വരുന്നത്, അത് വേറെ റൂട്ട്, വേറെ. ഇത് ചെറിയ സെറ്റപ്പ്, അത് ഗുഡ്ഗാവ് കണക്ട് ചെയ്യുന്നുണ്ട്. ഓഹോ ഓഹോ. അപ്പൊ ഇത് ഭയങ്കര കിലോമീറ്ററോളം ഉണ്ടല്ലോ ഇതല്ലേ? ഇത് ഒരു 5-8 കിലോമീറ്റർ ഉള്ളൂ ഈ ചെറിയ സെറ്റപ്പ്. ഇത്ര റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സെക്ടറുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഇന്റർലിങ്ക് ആയിട്ട് ഓടുന്നത്. ശരി ശരി. ഇവിടെ നിന്ന് നമ്മൾ ഹരിയാന കൂടി രാജസ്ഥാനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ലോണം കോട ഇറങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലെ കോട അറിയാലോ, അങ്ങനെ മിസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ റോട്ടിൽ വണ്ടികൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഹൈവേയിലും ഏകദേശം അതേ അവസ്ഥ തന്നെയാണെന്നാണ് ജയ്സേട്ടൻ പറയണേ. അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി അപകടം പിടിച്ചൊരു യാത്ര കൂടിയാണ്, പക്ഷേ ആൾ എക്സ്പീരിയൻസിലാണ് റോട്ടിൽ കിടക്ക് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് അവിടെ പോകാൻ. ഗൂഗിളിന്റെ ഓഫീസാണ് അതല്ലേ? അപ്പോൾ രണ്ട് അപ്പുറം ഇപ്പുറം വലിയ ബിൽഡിംഗ് പുറകിലുണ്ടായിരുന്നു ഗൂഗിളിന്. അതല്ലേ? ഇത് ഗുഡ്ഗാവൺ എയർടെലിന്റെ ഓഫീസ്, ഇന്റർനാഷണൽ എല്ലാത്തിന്റെ ഓഫീസുകള്, വലിയ വലിയ കോർപ്പറേഷൻ. എയർടെലിനൊക്കെ എന്തോ വലിയ ഓഫീസാണ്, അറിയാം. നമ്മളെ ഹരിയാനയുടെ ഇപ്പൊ ഹരിയാനയാണ്. ഹോണ്ടയുടെ ഓഫീസ്, മാരുതിയുടെ ഓഫീസ്, അവരുടെ കംപ്ലീറ്റ് ഫാക്ടറി ഇവിടെയാണ്. ശരി ശരി. മാരുതിയും ഹോണ്ടയും അല്ല. ഇവിടെ ജീവിത സൗകര്യം നല്ലതാണ്, അതുകൊണ്ട് നമ്മളിവിടെ കടന്നു പോകുന്നു. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലവ് ഒത്തിരി ഭയങ്കര. അല്ല, ഇവിടെ ഇങ്ങനെ സമര സെറ്റപ്പ് ഒന്നും ഇല്ലാന്നുണ്ടല്ലേ? ഒരു സമരമോ ഇവിടെ ഭാരത് ബന്ദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയത്ത് പോലും ഇല്ല. നടത്തിയതല്ലേ? അത് എല്ലാ സ്ഥാപനങ്ങളും 100% തുറന്നു ബന്ധെന്ന് പറയാൻ തോന്നുന്നില്ല. ഡൽഹി ഹൈവേയിൽ കോട ഉണ്ട്, എങ്കിലും വണ്ടികൾക്ക് കാണാൻ പറ്റുന്ന അത്രയും ഇതുള്ളൂ കേട്ടോ. അതിൻ്റെ ഡെൻസിറ്റി കുറവാണ്. പക്ഷെ കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ ഹെവി ആവുമെന്നാണ് പറയുന്നത്. കാരണം ഈ പാടം ഞാൻ പറഞ്ഞില്ലേ, കടകുമണി പാടങ്ങളുടെ അപ്പുറം ഇങ്ങനെ വിശാലമായിട്ട് സ്ഥലം കിടക്കണതുകൊണ്ട് കോട ഇറങ്ങി ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡൊക്കെ മറിഞ്ഞായിരിക്കും പോടാന്ന് പറയാം. ഡിസംബർ 30 ആകുമ്പോഴത്തേക്കേ ഇനി കയറി വരുമല്ലോ. ജനുവരി വരെ ഇതന്നെ അവസ്ഥ. ജനുവരി ഫസ്റ്റ് വീക്ക് വരെ ഭയങ്കര പോകായിരിക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെയാണ്. ഇവിടെയാണ് മെയിൻ ഓഫീസുകൾ. വേൾഡ് വൈഡ് വലിയ ഇൻ്റർനാഷണൽ MNC കമ്പനികളുടെയൊക്കെ എല്ലാ ഓഫീസുകളും വരുന്നത് ഈ ഗുർഗാവൺ ഈ ഭാഗത്താണ്. അവന്മാരൊന്നും നോക്കൂല, വെച്ചു പോലെ. അവന്മാര് ചവിട്ടിയും കൊണ്ട് എന്തോ പിടിയിലൊക്കെ അവന്റെ പുറകെ വെച്ച ആൾക്കാർ വരുന്നുണ്ടോ? ഇനി അവനെ പിന്നെ ആളെല്ലാവരും മാല പോലെ
ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് പോലും കാണത്തില്ല. ഞാൻ ഇനി ഇത് കഴിയട്ടില്ലേ? മതി സംഭവം. ഇതിങ്ങനെ കണ്ടിന്യൂസ് സംഭവം കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞോ ഓർഡർ കഴിച്ചല്ലേ? കുഴപ്പമില്ല, നമുക്ക് റെസ്റ്റ് പിടിക്കാം. വിസിബിലിറ്റി ഇല്ല. ഒരു വണ്ടി ഫ്രണ്ടില് നമുക്ക് ഇതുണ്ടെങ്കിൽ അതിന്റെ അതിന് ഫോളോ ചെയ്യാം. അതും പറ്റില്ലല്ലേ? രാത്രിയൊക്കെ ഞങ്ങൾ ഈ 31 ഡിസംബറൊക്കെ ചർച്ചിൽ പോയിട്ട് വരുമല്ലോ. 31 പാസഞ്ചർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന കഷ്ടം എന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു ലൈറ്റിന്റെ റെഡ് ലൈറ്റിന്റെ പുറകെ വെച്ചങ്ങ് പിടിക്കുക. കോടയുടെ ഡെൻസിറ്റി കൂടി തുടങ്ങിയിട്ടോ. റോഡിലൊക്കെ ഇങ്ങനെ വൈറ്റ് ഫോഗ് ഇങ്ങനെ നിറഞ്ഞു കൊടുക്കും. പകല് ഒട്ടും ഇതല്ല, കാരണം വിസിബിലിറ്റി വെട്ടമുണ്ട്, ഒളിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ, സൂര്യനൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒക്കെ വെട്ടം നോക്കിയിട്ട് ഒരു വണ്ടീനെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഈ ഫ്രണ്ടിൽ നിന്ന് ഓപ്പോസിറ്റ് വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യമായിട്ട് ഒരു 50-60 വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. കാരണം ഓപ്പോസിറ്റ് വണ്ടി ഇല്ലാത്ത 2 ട്രാക്ക് അപ്പുറം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ പോണ വണ്ടി ബ്രേക്ക് പൊട്ടുകയോ പഞ്ചറാവുകയോ ആണെങ്കിൽ അതൊരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയോ ചെയ്താൽ നമ്മൾ അറിയില്ല, ചെന്ന് കയറി കൊടുക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് അപകടം ഉണ്ടാവുന്ന ഒരു റോട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു വഴിയാണ്. ഓവർടേക്കിംഗ് ഒക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ. റോഡിൽ നിന്നല്ല, ഇരുവശത്തും എന്താണുള്ളതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതായത് അപ്പുറത്ത് വീടുകളും ബിൽഡിങ്ങുകളും കാര്യങ്ങളും. അങ്ങനെ അവസാനം ഞങ്ങൾ ഓടിച്ചോടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ധാബയിലെത്തിട്ടോ. അവിടെ എന്തോ ഗീ വെച്ചിട്ടുള്ള ഒരു കലാപരിപാടിയാണ്. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറാത്തയാണ്, അതായത് ഫില്ല് ചെയ്ത പറാത്ത. അതിൻ്റെ ഉള്ളിൽ ഈ ഉരുളക്കിഴങ്ങ് സബ്ജി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അതിങ്ങനെ പൊറോട്ട, അതായത് നമ്മുടെ നാട്ടിൽ പൊറോട്ട അല്ല, ചപ്പാത്തിയുടെ വേറൊരു തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു പാളിയിൽ ഉള്ളിൽ വെജിറ്റബിൾസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബട്ടർ കൂടി തരും. അപ്പോൾ ബട്ടർ നമ്മൾ നല്ല ചൂട് ഇതിൻ്റെ പൊറോട്ടയുടെ മുകളിൽ കൂടെ ബട്ടർ ഇങ്ങനെ ഓടിച്ചിട്ട് കഴിക്കാനുള്ള ടേസ്റ്റ് ആട്ടോ. അടിപൊളി ഫുഡാണ്. ഒറ്റൊരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ വിശപ്പ് മാറും. നമുക്കിങ്ങനെ എക്സ്ട്രാ ഇപ്പോൾ നമ്മളേക്ക് ഒരു പൊറോട്ട കഴിച്ചാൽ വയറ്, പക്ഷെ ഒറ്റൊരെണ്ണം കഴിച്ചാൽ നമ്മൾ വയറ് ഫില്ലാണ്. അടിപൊളി ഫുഡായിട്ട് എന്തായാലും. ഫുഡ് നമുക്ക് കാശ് ലാഭം തന്നെയാണ്. നമുക്ക് കൂടുതലും വെജിറ്റബിൾ, അതായത് നോൺ വെജ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. അല്ലെങ്കിൽ തന്നെ ചിക്കനായിരിക്കും. നല്ല ഫുഡാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോടമഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കടുകുമണിപ്പാടം നമ്മുടെ മുന്നിലേക്ക് പൂത്തുറഞ്ഞു വന്നതാണ്. നമ്മുടെ മല്ലു സിംഗ് സിനിമയിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ കൂടുതലും പഞ്ചാബിലാണ് ഇത് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഹരിയാനയുടെ ബോർഡർ, ഹരിയാന കംപ്ലീറ്റ് ഈ കടുക് കൃഷിയാണ്. റോഡ് സൈഡ് എല്ലാം കടുകാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും നിർത്തി കാണണമെന്ന് ആഗ്രഹിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് ഇതിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ എനിക്കിത് കടുകാണ് പൂത്ത് നിൽക്കണമെന്ന് അറിയില്ല. അപ്പോൾ എന്തോ ഒരു പൂത്ത് നിൽക്കണം, മഞ്ഞ പൂക്കളുടെ ഇടയിൽ നമ്മുടെ ഷാരൂഖ് ഖാനും കാജോലും കൂടി ഇങ്ങനെ ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ ആടി തകർക്കണ സീൻ ഞാൻ പണ്ട് ഞങ്ങളുടെ അങ്കമാലി ജോലി ചെയ്തിട്ടുള്ളത് 18 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കണ്ട അന്ന് മുതൽ എനിക്ക് എൻ്റെ മനസ്സിലാഗ്രഹം തോന്നി. അന്നൊന്നും ഇത് കടുകുമണിപ്പാടം എന്ന് പറയാൻ പാടില്ല, പൂത്ത് നിൽക്കണം, പഞ്ചാബ് എന്ന് പറയാം. പഞ്ചാബിൽ പോകുന്നത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കണം. എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഹരിയാനയിൽ വെച്ച് എൻ്റെ ആഗ്രഹം സാധിക്കുകയാണ്. ഞാനന്ന് കാജലും ഷാരൂഖ് ഖാനൊക്കെ നിന്ന പോലെ കടുകുമണിയുടെ ഉള്ളിൽ, പാടത്തിൻ്റെ ഉള്ളിൽ പൂത്തുകണ മഞ്ഞപ്പൂക്കളുടെ ഇടയിൽ എൻ്റെ ആഗ്രഹം ഇത്ര വർഷങ്ങൾക്ക് ശേഷം സഫലീകരിച്ചേക്കണ ഒരു മുഹൂർത്തം ഉണ്ടത്. ഇതൊക്കെ പാചകം ചെയ്യുന്ന സാധനങ്ങളാണോ ഇതൊക്കെ? ഇത് വെട്ടും. ഇവര് ഈ പാചകം ചെയ്യാൻ വേണ്ടി ഇത് വെട്ടുന്നുണ്ട്. ഈ പൂവ് വരുന്നതിന് മുമ്പേ വെട്ടും. ഓഹോ, നമ്മുടെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ജസ്റ്റ് ആണ് പിന്നെ അത് തന്നെയല്ല, നമുക്ക് വിളവെടുക്കാനായാലും അവർക്ക് അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ലല്ലോ. മെഷീനിൽ ചെയ്യല്ലോ അത്. ഞാൻ ഞെട്ടിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടുകിന് എത്ര പ്രാധാന്യം ഉണ്ടെന്നൊക്കെ അറിയാം. കടുക് ഓയിൽ അത് ഇവിടെ കൂടുതൽ പാചകത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇത് ഇത്രയും ഹെവി ആയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നെൽകൃഷിയൊക്കെ പോയെങ്കിലും തമിഴ്നാട്ടിൽ എവിടെയായാലും ധാന്യങ്ങൾക്കുള്ള പ്രാധാന്യം. അപ്പം എൻ്റെ മനസ്സിൽ ഗോതമ്പും ചോളം പോലെയുള്ള കൃഷികൾക്കായിരിക്കും ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യയിൽ ഇതെന്നാണ് എൻ്റെ വിചാരം. സത്യമായിരിക്കും അതും. പക്ഷെ ഞാൻ നോക്കിയിട്ട് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഈ കടുകിൻ്റെ കൃഷി കാണുന്നത്. ഞാനിപ്പോൾ ഇത് വന്നിടത്തോളം ഈ കൃഷി മാത്രമേ ഉള്ളൂ. ഇനി ഈ സീസണിൻ്റെ ആണോ കാര്യങ്ങളാണോ ഇത് ഇടക്കൃഷിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏക്കർ കണക്കിന് സ്ഥലത്ത് കിലോമീറ്ററോളം, ഞാനിപ്പോൾ ഒരു 250 കിലോമീറ്റർ വണ്ടി പോകുന്ന എല്ലാം അതിൻ്റെ ചുറ്റും 2 റോഡ് സൈഡിലും ഇത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഉള്ളേരിയക്കടെ ഒന്ന് സഞ്ചരിച്ച് നോക്കി, ഉൾവഴിയിലോ ഗ്രാമങ്ങളൊന്ന് കാണാമെന്ന് വെച്ച് ഉൾവഴിക്കടെ വണ്ടി കയറ്റി ജെസ്സിയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. അവിടെയും ഈ കടുകിൻ്റെ കൃഷി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ കടുകിന് ഇത്രത്തോളം പ്രാധാന്യം
ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചിലപ്പോൾ ഇതിന്റെ ഓയിൽ കാര്യങ്ങളൊക്കെ എക്സ്പോർട്ടിങ് ചെയ്യുന്നതും കൂടി വേണ്ടിയിട്ടായിരിക്കും ഇത്രയും കൃഷി ചെയ്യുന്നതാണ്. ഈ നാട്ടിലെ ആവശ്യത്തിന് ഇത്രയും കടുക് കൃഷി ചെയ്യണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു സംഭവമായിട്ടോ, അത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ നാഷണൽ ബേർഡ് മയില് പീക്കോക്ക് ഇതിക്കടി ഇങ്ങനെ ചുമ്മാ കോഴിക്കുഞ്ഞൊക്കെ മറ്റു കൊത്തിപ്പറിക്കാൻ കാര്യമായിട്ട് അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നാഷണൽ ബേർഡ് ആയതും. കാരണം ഇപ്പൊ ഡൽഹി ചെന്നാലും എവിടെ ചെന്നാലും ഈ മയില് എന്ന് പറയുന്ന സംഭവം വെറുതെ നമ്മുടെ നാട്ടിക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്ന പോലെയാണ്. നമ്മുടെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തിരുവണ്ണാമല അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ പോയി മയിലൊക്കെ വീടുകളിലും ആൾ താമസമുള്ളിടത്തും ഒക്കെ കൊത്തിപ്പറിക്കാൻ കാണാം. പക്ഷെ ഇവിടെ നല്ല തിരക്കുള്ള സിറ്റിയിൽ പോലും ഈ മയിലുകളെ നമുക്ക് കാണാൻ പറ്റും. മെയിൻ ടൗണുകളിൽ, മെയിൻ സ്ഥലങ്ങളിലൊക്കെ ഇതൊരു വന്യമൃഗ ഇതിൽപ്പെട്ടതാണോ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അത് ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു വളർത്തുമൃഗ കോഴിയോ താറാവോ ഒക്കെ നടക്കണ പോലെ ഇങ്ങനെ മയില് ചിക്കിപ്പറക്കി നടക്കുന്നത് കാണാൻ അത് വല്ലാത്തൊരു കാഴ്ചയായിട്ടാ. നമ്മളിങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോൾ ഒരു മങ്കി സിറ്റി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടു കേട്ടോ. അപ്പൊ ജേസേട്ടൻ ഇങ്ങനെ അത് കാണിക്കാണ്. അപ്പൊ നമ്മുടെ അടുത്ത് കുറങ്ങല്ലടി. നമ്മുടെ ഇപ്പൊ മലപ്പുറത്തിലെ ഫേസ് രൂപം നോക്കി ഇവിടെ ഇങ്ങനെ ധൈര്യമായിട്ട് ഇപ്പോൾ സാധനം മേടിച്ചത് ഇല്ല മേടിക്കുക. കാരണം കടയിലല്ലേ അതറിയത്തില്ല കട. ആൾക്കാർ ആ കടയിൽ വന്നിട്ട് പഴം വാങ്ങിച്ച് കുറങ്ങനെ കൊടുക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനല്ല അല്ലേ? അല്ലല്ല. ഓ ഒരു ഏരിയ ആയിട്ടത്. മരങ്ങളൊക്കെ കുറവാ, ഒക്കെ ഉണങ്ങിയിരിക്കണ സംഭവമാണ്. അതിന് മങ്കി സിറ്റി. ഇവിടെ ഈ മറ്റേ ഹനുമാന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ദൈവതുല്യമായിട്ടാണ് ഇവര് ഈ കുരങ്ങുകളെ കാണുന്നത്. അതുകൊണ്ട് ഈ കുരങ്ങന്മാരെ ഫീഡ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഒരു ദൈവത്തിന് ഒരു ഇത് കൊടുക്കണ പോലത്തെ ഒരു സംഭവമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത്. നമ്മൾ ആ കാണണ മലകള് ആരവല്ലി ഹിൽസ് കേട്ടോ. ആരവല്ലി ഹിൽസിന്റെ ക്രോസ് ചെയ്താണ് രാജസ്ഥാനിലേക്ക് നമ്മൾ രാജസ്ഥാനിലുള്ള ജയ്പൂർ സിറ്റിയിലേക്ക് പോകുന്നത്. പെട്രോൾ അടിക്കാൻ നിർത്തിപ്പേ പക്ഷെ വെള്ളം മേടിക്കാനായിട്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ. ഓട്ടിക്കട നടക്കാനും ഒരു പ്രത്യേക ഫീലാട്ടോ അവിടെ. CNG അടിക്കാനുള്ള തിരക്കുണ്ടേക്കാണ്. ആകെ ബഹളമാണ് അവിടെ. എല്ലാ വണ്ടികളും CNG ആണ്. അപ്പൊ CNGയുടെ നമുക്കിടെ ഹിന്ദി അറിയാമത്തുള്ളൂ. അടുത്തൊക്കെ നമുക്ക് ഹിന്ദി അറിയാം. എവിടെ ചെന്നാലും കടുകുമണിപ്പാടം ഉണ്ടോ. അങ്ങനെ ഞങ്ങൾ CNG ഒക്കെ വണ്ടിയിൽ ആവശ്യത്തിന് നിറച്ചിട്ട് വീണ്ടും യാത്ര തുടരാൻ കേട്ടോ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. ഉച്ചയായി. ഉച്ചയാവാറായപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഡാബയിൽ കയറി. ഇത് പനീർ, കടായി പനീർ, ഇത് മിക്സഡ് പനീർ. ആരെക്കണോ? ഓ സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മിക്സ് വെജിറ്റബിൾ. ചപ്പാത്തി ഇതിന് ഫുൾക്ക അല്ലേ? ചപ്പാത്തി ഫുൾക്ക. ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഫുഡ് സജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനം ഞങ്ങൾ ലക്ഷ്യസ്ഥാനമായ ജയ്പൂർ എത്തിയിട്ടോ. ജയ്പൂര് ഞങ്ങൾ റൂം പറഞ്ഞ ഹോട്ടലിൽ എത്താൻ മുമ്പ് അവിടുത്തെ താരിഫ് അറിയാൻ വേണ്ടി അവിടുത്തെ ലോക്കൽ ആളോട് ചോദിച്ചാണ് കേട്ടോ. उसके नीचे नहीं आता है ना, ओ 3000 के नीचे नहीं आता है ना? नहीं, आपको रेलवे स्टेशन पे मिलेगा फिर. हाँ, और रेलवे स्टेशन है उधर. आप रेलवे स्टेशन चले जाइए, ये रोड सीधा അപ്പോൾ അതന്നെ നമ്മൾ റൂം എടുത്താണ്. रेलवे स्टेशन के पास चले जाइए आप. ओके रेलवे सर. स्टेशन के पीछे. अच्छा ओके सर, ओके है सर. ना. थैंक यू सर. चलिए धन्यवाद. रेलवे स्टेशन आप ले जाओ, वहाँ आपको 1500 से 2000 में ओके मिल जाएगा. उधर मिलते. थैंक यू सर. അപ്പോൾ അതന്നെ അങ്ങനെ ഞങ്ങൾ പത്മിനി ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് റൂം എടുത്തിട്ടോ. അത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണ് ജയ്പൂരിന്റെ. പക്ഷേ മെയിൻ ടൗണിന്റെ ഭാഗത്തുനിന്ന് ഒരു 3-5 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. അതുകൊണ്ട് തന്നെ വലിയ റേറ്റ് ഒന്നും ഇല്ലാട്ടോ ഇവിടെ. നിസ്സാര ഒരു പൈസയ്ക്ക് നമുക്ക് റൂം കിട്ടി. സീസണിൽ അത് വ്യത്യാസം വരും. ഇതിപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ സീസണിൽ പറയാം അവിടെ ജയ്പൂർ ക്രിസ്മസിന് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ തങ്ങാണ്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഡ്രൈവിന് പോകും. നൈറ്റ് സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. നൈറ്റ് സിറ്റി ഭയങ്കര രസമാണ്. ഇത് അറിയാലോ, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം കൂടിയാണ് രാജസ്ഥാനിലെ ജയ്പൂർ. അപ്പോൾ ഇവിടുത്തെ ബാപ്പു മാർക്കറ്റ് അത് ഭയങ്കര കളർഫുൾ ആണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days.
I want.